ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ കുറെ കൂടെ റവന്യൂ ഒക്കെ കിട്ടില്ലേ? നിങ്ങൾ പക്ഷെ ഇൻസ്റ്റാഗ്രാം മാത്രം, യൂട്യൂബ് ആക്റ്റീവ്ലി പെർസീവ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഇത് ഒരു നിങ്ങളുടെ നമ്മുടെ ഈ ഒരു സൈഡും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ, ഈ ടാലന്റ് കാണിക്കാൻ, പിന്നെ നമുക്ക് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുക, പിന്നെ ആ സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു രസമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിനിടയ്ക്കാണെങ്കിലും ഞാൻ കൂടുതൽ DMസിനും ഓൾമോസ്റ്റ് എല്ലാ DMത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവളായിരിക്കും നിനക്ക് എന്താ വട്ടാണെന്ന് ചോദിക്കും. അപ്പൊ പക്ഷെ ചിലപ്പോ നമ്മള് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കൊടുക്കുന്നതും മല്ലു തോമസാണ്. പല ആരാധകന്മാർക്കും അല്ലെങ്കിൽ ആരാധകന്മാർക്കും നിരാശപ്പെടാം. അപ്പം നമുക്ക് ബേസിക്കലി അല്ലല്ല, ഷീ ഹാസ് ദ ഫ്രീഡം ടു. ഇപ്പൊ ഇവർക്ക് സമയം ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാം. അല്ല ഞാൻ അങ്ങനെ നീ കൊടുക്കാൻ പാടില്ല അങ്ങനെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ റവന്യൂ. അപ്പം ബേസിക്കലി നമ്മൾ റവന്യൂ ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയല്ല. അപ്പം മല്ലു തോമസിന്റെ റവന്യൂ ഇത്രയാണ് എന്ന് ചോദിച്ചിട്ടുള്ള പരിപാടി ഇല്ല. ഈ കുട്ടികളെ വളർത്തുന്നതിൽ മലയാളികൾക്കും ഐ മീൻ അമേരിക്കയിലുള്ള ആളുകൾക്കും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാൻ പോകുന്നു, നമ്മൾ വീട്ടുകാരെ അറിയിക്കാതിരിക്കാനാണ് ഏറ്റവും അധികം നോക്കുക. പക്ഷെ അമേരിക്കയിൽ അത് നേരെ തിരിച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ മകൾ ഒരു ബോയിനെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക എന്നുള്ളത്. ആ കൾച്ചർ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും? സോ അപ്പോൾ ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഫോർ മീ, ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഇപ്പോഴും. പൂർണ്ണമായിട്ടും അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം എത്രത്തോളം, കാരണം ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഓബ്വിയസ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് സെക്ഷുവൽ ഇഷ്യൂസ് അല്ലേ? കാരണം ഡേറ്റ് ചെയ്ത് തുടങ്ങുന്ന കാലത്തിൽ ഹൗ സെക്ഷുവലി മെച്യൂർ ഇസ് മൈ ഡോട്ടർ, റൈറ്റ്? അവളുടെ ലിമിറ്റ്സ് തീരുമാനിക്കാനുള്ള ഒരു ധൈര്യം അവളുടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടോ? അപ്പം അങ്ങനെ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു കഥാപാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതല്ല ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു ബോയ് വരുമ്പോൾ if he can exploit her, then I have to be a little bit careful. അല്ല ഞാൻ maybe you are not ready for this, അല്ലെങ്കിൽ tell me what is going on, right? അപ്പം അത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു 100% ഉറപ്പ് എനിക്ക് ഇപ്പൊ ഇല്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി ഞാനും പഠിക്കുമായിരിക്കും. ഈ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു പയ്യനാണ് വരുന്നതെങ്കിൽ സണ്ണിച്ചേട്ടൻ പോയിട്ട് അവിടെ വിൻഡീസിൽ വരും. ഓക്കെ, ഈ ഒരു അവസ്ഥേനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അതായത് വീട്ടിലേക്ക് ഒരു പയ്യൻ വരുന്നു, മകളെ ഞാൻ ഡേറ്റിന് കൊണ്ടുപോകുന്നു, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? വരാൻ സാധ്യതയില്ലേ? അല്ല, മോള് വലുതായി വരുന്നോറും ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ജെനി ആലോചിക്കുന്ന അത്ര കൂളായി ഞാനത് ആലോചിക്കും എനിക്ക് തോന്നുന്നില്ല. കടക്കട വെളിയിൽ നിന്നായിരിക്കും മിക്കവാറും. അന്നേരം മറ്റേ തോന്നാവും. അത് വേറെ കാര്യം. ഉറപ്പാട്ടോ. കാരണം ഇവിടെ ഉറപ്പായിട്ടും ആ സമയത്ത് ഇപ്പം കൊച്ചു കോളേജിൽ പോകണമെങ്കിൽ ഇവിടെ അവളുടെ പുറകെ പോകും. ആ ഒരു സെറ്റപ്പാ. അത് ആ ലെവൽ എത്തുമ്പോ നമുക്ക് ആലോചിക്കാം. ഇപ്പഴാലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. ഈ ടീനേജ് ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ടീനേജറാണല്ലോ അധികം റിബലായിട്ട് മാറുക. പാരന്റ്സ് നമ്മളൊരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും, നമ്മൾ വളരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോണേ എന്നുള്ളതാണ്. അത് ഐ തിങ്ക് ടെനി വിൽ ബി ബെറ്റർ അറ്റ് ഹാൻഡ്ലിംഗ് ദാൻ മീ. ഓബ്വിയസ്ലി നമ്മൾ രണ്ടുപേരും അത്യാവശ്യം കൂൾ പേരൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ കിഡ്സ് നോ വെയർ ടു ഡ്രോ ദ ലൈൻ, അല്ലെങ്കിൽ വെയർ ഇസ് ദ ബൗണ്ടറി എന്നുള്ളത്. അത് പക്ഷേ അഗൈൻ ഈ ടീനേജ് ലൈഫ് ആകുമ്പോൾ അവരും അവരുടെയും ഹോർമോൺസ് ആർ ഗോയിങ് വെരി വൈൽഡ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്നു ടെനി ആയിരിക്കും ആ സമയം എത്തുമ്പോഴേക്കും എന്നെക്കാളും ബെറ്ററായി ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പം നമ്മുടെ ഒരു മാജിക് മിറക്കിളും നമ്മുടെ ഒരു ഫോർമുല നമ്മുടെ ഇല്ല. പക്ഷെ ഓൾ ഐ നോ ഇസ് ആ സമയത്ത് ഐ വിൽ ലേൺ വിത്ത് ദം. എന്താണ് അവരുടെ ചാലഞ്ചസ്, വൈ ആർ ദേ ബിഹേവിംഗ് ലൈക്ക് ദിസ്, ഹൗ കൻ ഐ ഹെൽപ്പ് ഫിക്സ് ദാറ്റ് എന്നുള്ളതൊക്കെ അവരുടെ കൂടെ ചിന്തിച്ച് അത് ബെറ്റർ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ശരി, ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ശരി, അവർക്കിടാവുന്ന വസ്ത്രങ്ങൾ ഒരു പോയിന്റ് വരെ അവരുടെ പാരന്റ്സ് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു വെന്റ് ഔട്ട് ഉണ്ടാവുക. നിങ്ങൾ അങ്ങനെ എടുക്കുന്ന പാരന്റ്സ് ആയിരിക്കും? കാരണം നിങ്ങൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യും, നിങ്ങളെ നന്നായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താ കൊടുക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ആസ് ലോങ് ആസ് ദേ ലുക്ക് ഗുഡ് ഇൻ വാട്ട് ദേ ആർ വെയറിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം പൂളിൽ പോവുകയാണെങ്കിൽ ബിക്കിനി ഇടുക, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഈവൻ ഇപ്പം വയറ് കാണിക്കാനാണെങ്കിലും കാണിക്കാതിരിക്കാനാണെങ്കിലും ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദി ഔട്ട്ഫിറ്റ് ഇസ്, വാട്ട് ദി ഒക്കേഷൻ ഇസ്. നമ്മൾ വൃത്തി കൊടുക്കുക. സാരി ആയാലും ബിക്കിനി ആയാലും ഇപ്പം മകനായാലും എന്തായാലും അവര് ആ ഒക്കേഷനെ ചേരുന്ന രീതിയിൽ as long as they are comfortable and they look good in it, wear it. ഓക്കെ, ഈ മകളുടെയും മകന്റെയും കൂടെയുള്ള കോൺവെർസേഷൻസ് എങ്ങനെയാ നിങ്ങൾ? സാധാരണ ഒരു കുടുംബത്തിലുള്ള പോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. നമ്മൾ ജനറലി എന്ന് ചോദിക്കുമ്പോൾ എന്താ അവര് സ്കൂളിൽ വന്നിട്ടുള്ള എല്ലാ വിശേഷങ്ങളും പറയാ, ഫ്രണ്ട്സിനെ പറ്റി പറയാ, അതൊക്കെ
തീർച്ചയായും ഞാൻ ഭയങ്കര എൻകറേജ് ചെയ്യും. എനിക്ക് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കും ഇല്ല ഹൗ വാസ് യുവർ ഡേ, ഗുഡ് ബാഡ് അത്രയൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കും വൈ ഇസ് ഇറ്റ് ഗുഡ്, ടെൽ മീ മോർ, ഏത് കൂട്ടുകാരോട് കളിച്ചു, എന്ത് കളിച്ചു, എങ്ങനെ കളിച്ചു. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ തന്നെ ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് മോനും മോളും തമ്മിൽ ഭയങ്കര പേഴ്സണൽ ഡിഫറൻസ് ആണ്. ഇവൻ മിണ്ടും, അവൾ മിണ്ടത്തില്ല, അവൾ ഭയങ്കര ക്വയറ്റാണ്. അപ്പോൾ അവളുടെ വായിക്കാത്ത നമ്മളിട്ട് കവറിലിട്ടാലേ അവൾ ഇതിന് പറയത്തുള്ളൂ. പക്ഷേ ഇവനാണ് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എൻകറേജ് ചെയ്യും, ടെൽ മീ, ടോക്ക് ടു മീ. കാരണം ഒരു അച്ഛൻ ഫിഗറിനേക്കാളും ഐ വോണ്ട് ദം ടു ലുക്ക് അറ്റ് മീ ലൈക്ക് എ ഫ്രണ്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ മദർ ഡോട്ടർ കോൺവെർസേഷൻസ് ഒക്കെ എങ്ങനെയാണ്? I mean, obviously ഒരു ഫ്രണ്ട് ലെവലിൽ നമ്മൾ സംസാരിക്കാൻ നോക്കും. ഐ വാണ്ട് ഹെർ ടു ബി ഏബിൾ ടു ടോക്ക് ടു മീ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ അവൾക്കും ഓപ്പൺ ആയി തോന്നണം എന്നുള്ള രീതിയിൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ടു നോ ദാറ്റ് വി ആർ ദ പേരൻസ് ഹിയർ ആൻഡ് വി മേക്ക് ദ റൂൾസ് എന്നുള്ളത്. അത് ഫൈൻ ബാലൻസ് ആണ്. ഡിസിപ്ലിനിങ് നമ്മൾ വി ഡു ഡിസിപ്ലിൻ ആ ചിൽഡ്രൻ. കാരണം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം എന്നും പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് കുറച്ച് നാളുകൂടെ അവരുടെ ലൈഫിൽ കൺട്രോൾ ഉള്ളൂ. Then they have to go and do their own thing. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്ത് അവർ നമ്മുടെ കയ്യിലുണ്ട്, അവർക്ക് നമുക്ക് കുറച്ച് കാലം പഠിച്ചു കൊടുക്കാൻ പറ്റും. സോ ഡിസിപ്ലിനിങ് അടിയും കിട്ടാറുണ്ട്. നമ്മൾ നല്ല അടിക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ഭയങ്കര തെറ്റല്ലേ? പക്ഷെ അത് തെറ്റാണ്, ലീഗലി തെറ്റാണ്. ഐ മീൻ പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ കൊച്ചിനെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചു ചെയ്യണല്ലോ. വി ഡു ഇറ്റ് ഔട്ട് ഓഫ് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കൊച്ചു നന്നായി വളരണം, അല്ലെങ്കിൽ ഇത് ചെയ്ത് തെറ്റായി പോയി നേരെ കാണിച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലും കോൺസിക്വൻസസ് ആണ് കൊടുക്കാൻ നോക്കുക അടിയേക്കാളും. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ അറിയാൻ നമ്മൾ അടിച്ചു പോകും. പക്ഷെ അടിക്കുന്ന പക്ഷേ നമ്മൾ ഇവിടെ പണ്ട് കിട്ടുന്ന അടി പോലെ അടിച്ച് നമ്മൾ കാലിലൊക്കെ തൊലി പൊളിക്കുന്ന ആ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു കൊട്ട് കൊടുക്കും. ഒരു റീലിൽ ഞാൻ കണ്ടായിരുന്നു, ഇന്ന് അമ്മയും ഇല്ല ചേച്ചിയും ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി എന്താ വിചാരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിലേക്കുണ്ടായിരുന്നു. എന്താണ് ഇവർ രണ്ടുപേരും ഇല്ലാത്തപ്പോൾ ഇത്ര സന്തോഷം? അതിനൊരു സന്തോഷമുണ്ട്. നമുക്ക് ഇപ്പം മോള് എന്നാ വലിയ ബോധറിയത്തില്ല. പക്ഷെ ഇപ്പം ഇവളില്ല എങ്കിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് ഫ്രീഡം നമുക്ക് വീട്ടിലുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നത് എല്ലാ പുരുഷന്മാർക്കും തോന്നേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ചെയ്യ് അത് ചെയ്യ്, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വീട്ടിൽ പറയാൻ ആളില്ല. വെറുതെ ഇരിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും വീട്ടിലെ ഗുണ്ടായിസൊക്കെ ഞാനാണ്. അല്ല വീട്ടിലിപ്പോൾ ഞാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയും എന്നെ അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മളവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ബിസി ആയതുകൊണ്ട് നമുക്ക് വേറെ വീട്ടിൽ ഹെൽപ്പ് ഇല്ല, വീട്ടിൽ സെർവൻസ് ഇല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്ക് ഹെൽപ്പ് വേണ്ടപ്പായിട്ടല്ലേ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നീ പോയി ലോണ്ടറി ചെയ്യുക, അല്ലെങ്കിൽ ചെടിയുടെ മീൻ വെട്ട് വീഡിയോസ് നമ്മുടെ റീൽസിൽ ഒത്തിരി ഇട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് നീ ഡോക്ടറായ അമേരിക്കയ്ക്ക് പോയത് മീൻ വെട്ടാൻ പോയതാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ഹീസ് ഫ്രീ ടു ഡു, മോനുമായിട്ട് ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ഒരു മൂവിക്ക് പോവുക. അത് അവർക്ക് പേഴ്സണലി ബോണ്ട് ചെയ്യാൻ ഒരു ടൈം കിട്ടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനോ മോളോ ഇല്ലാതെ. അതേപോലെ തന്നെ ടെനിയും മോനും ഇല്ലാതെ ചിലപ്പോൾ മോമി ഡോട്ടർ ഡേ നമ്മൾ രണ്ടുപേരും പോകുന്നു, കടയിൽ പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ പോകുന്നു. അത് ആ ഒരു പേഴ്സണൽ ബോണ്ട് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അവനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതൊരു അവൻ വലുതായി കല്യാണം കഴിച്ച് പോകുമ്പോൾ ഐ തിങ്ക് ഹി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു ടെൽ ഹിസ് വൈഫ് ലീവ് മീ അലോൺ ഫോർ സം ടൈം, ഐ നീഡ് മൈ സ്പേസ്.